श्रीराम राम राम जय जय श्रीराम। നമസ്കാരം. തൃശൂർ പ്രാദേശിക സഭ യുവവേദി 2025 കർക്കിടക മാസത്തിൽ പിബിരേ രാമരസം എന്ന പരിപാടി യുവവേദിയുടെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി സംപ്രേഷണം ചെയ്യുകയുണ്ടായി. പിബിരേ രാമരസത്തിന് നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും അതിൽ നിന്നും ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ സീസണിൽ ഭാവയാമി രഘുരാമം എന്ന പരിപാടി അവതരിപ്പിക്കുകയാണ്. പിബിരേ രാമരസത്തിൽ നിന്നും വ്യത്യസ്തമായി ബാലവേദി അംഗങ്ങളെയാണ് ഭാവയാമി രഘുരാമത്തിൽ കൂടുതലായി ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കുട്ടികളിലെ ബാലവേദി അംഗങ്ങളിലെ കർക്കിടക മാസവുമായി രാമായണ മാസവുമായി ബന്ധപ്പെട്ട അറിവുകൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് തൃശൂർ പ്രാദേശിക സഭ യുവവേദി ഇത്തരത്തിലൊരു പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എല്ലാ ആഴ്ചകളിലും ശനി ഞായർ ദിവസങ്ങളിലായാണ് ഭാവയാമി രഘുരാമം സംപ്രേഷണം ചെയ്യുന്നത്. വ്യത്യസ്ത നാടുകളിലെ കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളെയൊക്കെയാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. പിബിരേ രാമരസത്തിന് നിങ്ങൾ തന്ന സ്നേഹവും സപ്പോർട്ടും ഭാവയാമി രഘുരാമത്തിനും അതിലൂടെ നമ്മളുടെ ബാലവേദി അംഗങ്ങൾക്കും നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഭാവയാമി രഘുരാമത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. രാമ 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 നാമ താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം. രാമ 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 നാമ താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം. ജാനകി മനോഹരം സർവലോകനായകം ശങ്കരാദി സേവ്യമാന പുണ്യനാമ കീർത്തനം. ജാനകി മനോഹരം സർവലോകനായകം ശങ്കരാദി സേവ്യമാന പുണ്യനാമ കീർത്തനം. രാമ 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 നാമ താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം. വീരശൂരവന്ദിതം രാവണാദിനാശകം ആഞ്ജനേയ ജീവനാമ രാജമന്ത്രരൂപകം. വീരശൂരവന്ദിതം രാവണാദിനാശകം ആഞ്ജനേയ ജീവനാമ രാജമന്ത്രരൂപകം. രാമ 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 നാമ താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം. രാമ 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 നാമ താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം. ജാനകി മനോഹരം സർവലോകനായകം ശങ്കരാദി സേവ്യമാന പുണ്യനാമ കീർത്തനം. രാമ 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 നാമ താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം. വീരശൂരവന്ദിതം രാവണാദിനാശകം ആഞ്ജനേയ ജീവനാമ രാജമന്ത്രരൂപകം. രാമ നാമ രാമ 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 നാമ താരകം രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം. രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം. രാമകൃഷ്ണ വാസുദേവ ഭക്തി മുക്തിദായകം.
നമസ്കാരം. തുള്ളിമുറിയാത്ത മഴയുടെ പുലരികളും സന്ധ്യകളും കാതിൽ രാമായണ ശീലുകളുടെ ഇരമ്പലും ദശപുഷ്പം ചൂടിയും പത്തിലത്തോരൻ വച്ചും മലയാളികൾ ആരോഗ്യം സംരക്ഷിക്കുന്ന കാലം. സൂര്യൻ കർക്കടക രാശി പ്രവേശിക്കുന്ന സമയം. ഇടതടവില്ലാതെ പെയ്യുന്ന മഴ കൊണ്ടും ശരിയായ സൂര്യപ്രകാശം ഏൽക്കാത്തതുകൊണ്ടും ശരീരത്തിന്റെ പ്രതിരോധശേഷി ഏറ്റവും കുറഞ്ഞിരിക്കുന്ന കാലം. ഇതെല്ലാം അറിയുന്നത് കൊണ്ടായിരിക്കാം പഴമക്കാർ കർക്കിടക മാസത്തിൽ ആരോഗ്യ സംരക്ഷണത്തിന് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഔഷധരാജനായ ചന്ദ്രൻ ഏറ്റവും ശക്തിയാർജിച്ചിരിക്കുന്ന കാലഘട്ടമാണിത്. ഔഷധ സസ്യങ്ങളുടെ വീര്യം ഏറ്റവും കൂടിയിരിക്കുന്ന സമയം. പത്തിലത്തോരൻ വെക്കുന്നതിൻ്റെയും ദശപുഷ്പം ചൂടുന്നതിൻ്റെയും മുക്കുറ്റിച്ചാന്തണിയുന്നതിൻ്റെയും പ്രാധാന്യം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ദശപുഷ്പങ്ങൾ എന്നാൽ കേരളത്തിൽ സാധാരണയായി കണ്ടുവരുന്ന 10 ഔഷധ സസ്യങ്ങളാണ്. ഇവയെല്ലാം ഐശ്വര്യവും ഔഷധ ഗുണവും ഉള്ളതായി കണക്കാക്കുന്നു. ദശപുഷ്പം ചൂടുന്നത് രോഗശമനത്തിനും പാവപരിഹാരത്തിനും ശരീരകാന്തി വർദ്ധിപ്പിക്കുന്നതിനും നല്ലതാണെന്നാണ് വിശ്വാസം. കർക്കടകത്തിൽ കഞ്ഞിയിൽ ദശപുഷ്പം ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകമാണ്. ഹൈന്ദവ ആചാരപ്രകാരം മരണാനന്തര ക്രിയകളായ ബലിതർപ്പണ കർമ്മങ്ങൾക്ക് ദശപുഷ്പത്തിലെ കറുക, ചെറുള എന്നിവ ഉപയോഗിക്കുന്നു. ഹൈന്ദവ ദേവപൂജകൾക്കും ദശപുഷ്പങ്ങൾ ഉപയോഗിക്കുന്നു. തിരുവാതിര ദിവസം സുമംഗലികൾ ദശപുഷ്പം തലയിൽ ചൂടുന്നു. ദശപുഷ്പത്തിലെ ഓരോ ചെടിയും ഓരോ ദേവതമാരെ പ്രതിനിധീകരിക്കുന്നു. ഇതെല്ലാം മനസ്സിലാക്കുകയും ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുകയും ചെയ്താൽ അതുതന്നെയാണ് പുണ്യം, അതുതന്നെയാണ് നമ്മുടെ ഭാഗ്യവും. മലയാളികളായ കേരളത്തിൽ ജീവിക്കുന്ന നമുക്ക് ഇതെല്ലാം ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കട്ടെ എന്നാശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.